അടിപൊളി, നമ്മളെത്തി. ഇപ്പം നേരെ നോക്കിയാൽ എനിക്ക് വെള്ളമാണ് കാണാൻ പറ്റുന്നത്. പിന്നെ തോണിയുണ്ട്, തോണിയോ വഞ്ചിയോ എന്താണെന്ന് വെച്ചാൽ അത് ആ സംഭവം. ഇതുണ്ടോ, ഇതാണ് സ്പോട്ട്. അടിപൊളിയായിട്ടുണ്ട്. ഞാനിവിടെ ലാസ്റ്റായിട്ട് വന്നത് അവിടെ ആ കാണുന്ന അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു, ഇവിടുത്തെ അമ്പലത്തിൽ. അന്നാണ് ഞാനിവിടെ ലാസ്റ്റായിട്ട് വന്നത്. ആ സമയത്ത് ഇവിടെ ഫുള്ളും ഇങ്ങനെ വെള്ളമൊന്നും കയറിയിട്ടില്ലായിരുന്നു. റോഡ് നമുക്ക് ഇതുവഴി തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇത് മെയിനായിട്ടുള്ള പാലമാണെന്നുണ്ടെങ്കിൽ ഇതിനടിയിലൂടെ ഈ ഒരു വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ റോഡും ഉണ്ട്. അതുവഴി നമുക്ക് ഈസി ആയിട്ട് വണ്ടിയൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള കാണാൻ. നമ്മൾ സൂര്യൻ നമ്മുടെ നേരെ പുറകിലാണ് നിൽക്കുന്നത്. സംഭവം കൊള്ളാം. എന്താണേലും ഇവിടെ ഫുള്ളായിട്ട്, ഇവിടെ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരിക. ഈ പാലമൊക്കെ ഇനി റിനോവേഷൻ്റെ ഭാഗമായിട്ട് എപ്പോഴാണ് ഇനി പൊളിക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് ഇനി പൊളിച്ച് പണിയാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് വന്ന് എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമുക്ക് മാക്സിമം ഇതിൻ്റെ അടുത്തോട്ട് വരെ ഒന്ന് പോയി നോക്കാം. മീനൊക്കെ ഇഷ്ടം പോലെ കാണും. അപ്പോൾ ചൂണ്ടയിടുന്നവരെയും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. സീനറി എന്താണേലും കൊള്ളാം. ഓക്കെ, ഹരയ്ക്ക് ഇവിടെയൊക്കെ വന്ന് ചവിട്ടിയിട്ടുള്ള ഫുട് പ്രിൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ പോയി നമുക്ക് കാണാൻ പറ്റുന്ന കുറേ പ്ലാസ്റ്റിക്കൊക്കെ കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇവിടെ ബിങ്കോയുടെ കവറൊക്കെ കിടപ്പുണ്ട്. പിന്നെ പൈപ്പിൻ്റെ പീസും വയറും അതുപോലത്തെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ആക്ച്വലി ഇതിൻ്റെ അടിയിലൂടെ റോഡുള്ള ആ ഒരു വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ടോ, ആ ഒരു സ്ഥലത്തേക്ക് കയറും. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു റോഡ് പോയിട്ട് അങ്ങോട്ടൊരു റോഡുള്ളതാണ്. അതിൻ്റെ മുകളിലൂടെയാണ് ഈ ഒരു വെള്ളം ഫുള്ളായിട്ട് കയറി കിടക്കുന്നത്. രാവിലെ നോക്കി കുറേ കൊക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.